ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറക്ക് വേണമെങ്കിൽ നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബാങ്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് തകർന്നു പോവുകയല്ല, ഇപ്പോൾ കൃത്യമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു തരത്തിലും കള്ളമല്ല. സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോവുക. എന്നാൽ ഒരു തരത്തിലുള്ള അഴിമതി നടത്തിയവരെ, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകില്ല. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്രയെത്ര അഴിമതിയുടെ കഥകളാണ് നമുക്ക് രാജ്യത്ത് കേൾക്കേണ്ടി വന്നത്. അതിൽ കേന്ദ്ര സർക്കാർ, BJP നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ, അവരുടെയെല്ലാം നേതൃത്വം നടന്നിട്ടുള്ള അഴിമതിയുടെ കഥകളില്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏതെല്ലാം മാനങ്ങളാണ് അതിന് പുറത്തു വന്നിട്ടുള്ളത്. അത് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. ആ സംസ്കാരമല്ല ഇവിടെയുള്ളത്. ഇവിടെ ഒരു തരത്തിലുള്ള അഴിമതിയോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സമീപനമാണ് തുറന്നു വരിക. എങ്ങനെ അല്ല, ഇതൊക്കെ നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളല്ലേ. നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കട്ടെ. അതിനൊരു വാദവും പ്രതിവാദവും വേണ്ടതില്ലാലോ. നമ്മൾ പറയുന്നത് ഇവിടെ സാധാരണഗതിയിൽ നിക്ഷേപകർ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ് സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്നത്, ഏത് സഹകരണ സ്ഥാപനത്തിലായാലും. അപ്പോൾ ആ നിക്ഷേപകരുടെ നിക്ഷേപത്തിന് കോട്ടം തട്ടാൻ പാടില്ല. ആ നിക്ഷേപം തിരികെ ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഇതാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്. തട്ടിപ്പ് നടത്തിയവരുണ്ടെങ്കിൽ ആ തട്ടിപ്പ് നടത്തിയവർക്കെതിരെയുള്ള നിയമ നടപടിയും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും പിന്നീട് വരേണ്ടതാണ്. അത് ഇതിൻ്റെ ഭാഗമായി വരുന്നതല്ല, അത് തട്ടിപ്പിനെതിരെയുള്ള നടപടിയുടെ ഭാഗമാണ്. അതേസമയം നിക്ഷേപകർക്കൊരാശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്നത് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. CPM-ന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമെന്നുള്ളൊരു ആലോചന സ്വാഭാവികമായിട്ട് BJP-ക്ക് ഉണ്ടാകാം. അതിൽ കേരളത്തിലെ പൊതുവായ അവസ്ഥയെടുത്താൽ LDF-ൽ CPM ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. തൃശ്ശൂരിലും അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളെ കയ്യിൽ കെട്ടിവെച്ച കാശിൻ്റെ ഉറപ്പിൽ മാത്രമല്ല. ഞങ്ങളെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അത് രഹസ്യമല്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കണക്കിലും ഞങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ആ പണം ഞങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കാറുമുണ്ട്, ഒരു ഭാഗം. എന്നാൽ സാധാരണ നിലക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത് ജനങ്ങൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ്. ആ വശം തടയാൻ ഒരു കൂട്ടർക്കും കഴിയില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും. ഒരു തരത്തിലുള്ള നിങ്ങളെന്ന് പറഞ്ഞാൽ BJP-യെ പോലെ വൻപിച്ച തോതിൽ പണമൊന്നും ചിലവഴിക്കാൻ ഞങ്ങൾക്കാവില്ല. പക്ഷേ ആവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. അതിപ്പോൾ ഇവിടെയും നടത്തുന്നുണ്ട്. ഞങ്ങൾ LDF നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീങ്ങും. അതിലൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ED-ക്കോ BJP-ക്കോ കഴിയില്ല.